ഇത് നമ്മുടെ അടുത്ത ലോങ് വീഡിയോ ആണ്. ഇതിൽ കുക്കിംഗ് മാത്രമല്ല കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു യാത്ര പോവുകയാണ്, വേറെ എങ്ങോട്ടും അല്ല, ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വിസിറ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പം ഹസ്ബൻഡ് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മുമ്പുള്ളത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സാധനങ്ങളൊക്കെ നമ്മൾ ഉണക്കി പൊടിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഈ യാത്ര മാർച്ചിൽ നടക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ അറിയാമല്ലോ, ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ യാത്ര ഈ ഒരു അവസാന നിമിഷമാണ് ശരിയായത്. അപ്പോൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ച് വെക്കുകയും ഉണ്ടാക്കുകയും പിന്നെ പൊടിപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്നതൊക്കെയാണ്. അതിൽ കുറച്ച് സാധനങ്ങൾ മാത്രം പാക്ക് ചെയ്യുന്നത് മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ കേട്ടോ. ബാക്കി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ ഫ്ലൈറ്റിൽ ഒരു തവണ ഡൊമസ്റ്റിക്കായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഒന്നും യാത്ര ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പ്രവൃത്തി പരിചയം മാത്രമേ എനിക്കുള്ളൂ കൈമുതലായിട്ടോ. പിന്നെ മോനെ സംബന്ധിച്ചിടത്തോളം അവന് ആദ്യമായിട്ടുള്ള യാത്രയാണ്. പിന്നെ ഞാനും ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും അങ്ങനെ ഫ്ലൈറ്റിൽ പോയിട്ടില്ല. അപ്പോൾ അറിയാമല്ലോ, രണ്ടുപേരും കൂടി പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പാക്ക് ചെയ്യുന്ന കാര്യത്തിലൊന്നും എനിക്കധികം ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ വാപ്പ ഒരു ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, ഒരു പ്രവാസിയായിരുന്നു. ഹസ്ബൻഡും പ്രവാസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നതാണ്. അപ്പോൾ നമുക്കത് വളരെ ലാഘവത്തോടുള്ള കാര്യമാണ്, അതൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ യാത്ര ചെയ്യുന്ന കാര്യം മാത്രം ഞാനിത് അങ്ങനെ പോയിട്ടില്ലാത്തത് കൊണ്ട് അത് മാത്രം എനിക്കൊരു പേടിയായിട്ടുള്ള കാര്യമാണ്. പേടിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ആദ്യമായിട്ടുള്ളൊരു യാത്രയോ അതും ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഉള്ളൊരു ടെൻഷനില്ലേ, അത് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെയുള്ള യാത്ര ഞാൻ പോകാറുള്ളതും എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം മെയ് 1 മുതലൊക്കെയുള്ള സമയത്ത് നമ്മൾ ചെയ്തു വെച്ചിരുന്നുള്ള കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു യാത്ര മെയ് 4 5 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. പക്ഷേ നമ്മുടെ യാത്ര ഒരു മെയ് 11 അടുപ്പിച്ചായിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ ആയിരുന്നു നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം, ഇതൊക്കെ കാണുമ്പം ഇതൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ, അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഒക്കെ അല്ലല്ലോ എന്നൊക്കെയുള്ളൊരു വിചാരം ഉണ്ടായിരിക്കാം. പക്ഷേങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു എന്താ പറയുക, രത്നങ്ങളും നിധികളും ഒക്കെയാണ് അവിടെ ഉള്ളവർക്ക്. കാരണം ഓരോ പൊതി അഴിച്ച് കഴിക്കുമ്പോഴും അവർക്ക് വീട്ടിലൊരു ഫീൽ കിട്ടും, വീടുമായിട്ടുള്ള യാതൊരു ബന്ധമൊക്കെ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരാകുമ്പോഴേ. ഇത് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല, മിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ എണ്ണ ഒക്കെയുള്ള ലീക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാനൊന്ന് നന്നായിട്ട് ഒന്ന് ഇതാക്കി വെക്കുകയാണ്. കാരണം എങ്ങാനും ലീക്കായി പോകാനും ചെയ്ത ഡ്രസ്സിലെങ്ങാനോ ആയാലോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ലീക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്കൊരു പെട്ടി, വേറൊരു പെട്ടി തന്നെ ആക്കണം. കാരണം ഡ്രസ്സൊക്കെ അങ്ങ് ചീത്തയായി പോകും, ഈ എണ്ണ അല്ലെങ്കിൽ അച്ചാറിൻ്റെയൊക്കെ ഇതൊക്കെ കാരണമേ. അപ്പോൾ അതിനൊക്കെ ഞാൻ വേറെ ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഈ പാക്കിങ്ങൊക്കെ അത്ര പുത്തരി അല്ലെങ്കിൽ പോലും ഓരോ യാത്രയ്ക്കും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡാണ്. നമ്മൾ ബാച്ചായിട്ട് എടുത്ത് വെക്കാമെന്ന് കരുതി ഇപ്പം എല്ലാം ഒരുമിച്ചെടുത്ത് വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ ധൃതിയിൽ എല്ലാം വിട്ടുപോകൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓരോ ബാച്ചായിട്ട് ഉള്ള സാധനങ്ങളാണ്. ഇത് ചമ്മന്തിപ്പൊടിയൊക്കെയാണ്, അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാണ്. അപ്പോൾ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഇതെല്ലാം കൂടെ ഞാനൊക്കെ ഉണ്ടാക്കാൻ നിന്നായിരുന്നെങ്കിൽ ഒരുപാട് സമയമൊക്കെ എൻ്റെ പോയേനെ. അപ്പോൾ ആദ്യത്തെ ഒരു പാക്കിങ് എൻ്റെ ഈ ഒരു ഇതിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.